ഇപ്പോൾ ഹർജിക്കാരനായ മഹേന്ദ്രകുമാർ നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ മഹേന്ദ്രകുമാർ, കാലപ്പഴക്കം ചെന്ന ഉണ്ണിയപ്പമാണ് ഇത്തരത്തിൽ പ്രസാദമായി വിതരണം ചെയ്തത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കൊച്ചി സ്വദേശികൾക്കാണ് ഈ രീതിയിലുള്ള ഉണ്ണിയപ്പം ലഭിച്ചിരിക്കുന്നത്. താങ്കൾ ഈ ഉണ്ണിയപ്പത്തിന്റെ അവസ്ഥ, ഇതിന്റെ കാലപ്പഴക്കം, ഇതൊക്കെ നേരിട്ട് തന്നെ കണ്ടതല്ലേ? അതെ, തീർച്ചയായും. മാത്രമല്ല, ഈ വിഷയത്തില് ഈ അരവണ ഉണ്ണിയപ്പം എല്ലാ വർഷവും ഈ വൃശ്ചിക മാസത്തിന്റെ ആദ്യത്തെ ഒരാഴ്ച കാലത്ത് വിൽക്കുന്നത് പഴയ സ്റ്റോക്കാണ് എന്നുള്ളത് കഴിഞ്ഞ വർഷമേ തന്നെ ശ്രദ്ധയിൽപ്പെട്ടതാണ്. പക്ഷെ ആ സമയത്തൊന്നും നമുക്ക് അത് കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ തക്ക വിധത്തിലുള്ള തെളിവുകളും മറ്റു കാര്യങ്ങളും ഒന്നും കിട്ടിയില്ല. പലരും പറഞ്ഞു കേട്ടതാണ്. എനിക്ക് വ്യക്തിപരമായി അങ്ങനെ അനുഭവം ഉണ്ടാകാത്തത് കൊണ്ട് തന്നെ ഞാൻ ആ സമയത്ത് കേട്ടറിവ് വെച്ച് കോടതിയിൽ പോകുന്നില്ലല്ലോ എന്ന് കരുതിയിട്ട് അതിനു വേണ്ടി മുമ്പോട്ട് പോയിട്ടില്ല. പക്ഷെ ഇത്തവണ കിട്ടിയിട്ട് എന്റെ സുഹൃത്തിന് തന്നെയാണ് കിട്ടിയത്. അവർ 12 പേര് പോയി. അവരിൽ എല്ലാവർക്കും കിട്ടിയത് പഴകിയ ഉണ്ണിയപ്പമാണ്. അതിന്റെ ഫോട്ടോയും വീഡിയോയും ഒക്കെ അവര് തന്നെ ഫേസ്ബുക്കിലൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിലെല്ലാം ആ ചിത്രങ്ങൾ വന്നതുമാണ്. അപ്പോൾ ആ വിഷയത്തിൽ ഇന്ന് രാവിലെ തന്നെ കോടതിയിൽ വിവരങ്ങൾ വക്കീൽ മുഖേന എത്തിച്ചു. അപ്പോൾ അമിക്കസ് ക്യൂറിയോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. 2 മണിക്ക് കോടതി ആ വിഷയം പരിഗണിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. മഹേന്ദ്രകുമാർ, നമുക്ക് ആ പ്രസാദം കാണുമ്പോൾ തന്നെ മനസ്സിലാകും എത്രത്തോളം കാലപ്പഴക്കം ഉണ്ട് എന്നുള്ളത്. കാരണം പൂർണ്ണമായും ഇങ്ങനെ പൂപ്പൽ മൂടിയ അവസ്ഥയിലാണ്. എന്ത് കഷ്ടപ്പെട്ട് അയ്യനെ തൊഴാൻ വരുന്ന ഭക്തർക്കാണ് ഈ രീതിയിലുള്ളത് ദേവസ്വം ബോർഡ് വിതരണം ചെയ്യുന്നത്? കാരണം നമുക്കറിയാം, ദേവസ്വം ബോർഡിന്റെ അനാസ്ഥ ഇതിനു മുൻപും പല തവണ ആവർത്തിക്കപ്പെട്ട കാര്യം കൂടിയാണ്. എല്ലാ തവണയും നമ്മുടെ ഇതിനുപയോഗിക്കുന്ന ദ്രവ്യങ്ങളുടെ ഗുണനിലവാരം പരിശോധിക്കണമെന്ന ആവശ്യം ഉയരാറുണ്ട്. ഇത്തവണ ഒരു 2 മാസത്തിന് മുമ്പേ ആ വിഷയത്തിലൊരു ഹൈക്കോടതിയിൽ ഒരു ഹർജി നൽകിയിട്ടുണ്ടായിരുന്നു. ഗുണനിലവാരം പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് ലാബ് സൗകര്യം വരെ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജിയാണ്. കാരണം നമുക്കറിയാം, അവിടെ അതിലുപയോഗിക്കുന്ന ശർക്കര പല ക്ഷേത്രങ്ങളിലും, ശബരിമല എന്ന് മാത്രമല്ല ദേവസ്വം ബോർഡിന്റെ പല ക്ഷേത്രങ്ങളിലുമൊക്കെയുള്ള ശർക്കര നേരിട്ട് അനുഭവമുണ്ട്. ആ ക്ഷേത്രത്തില് തൃശ്ശൂരുള്ള ഒരു വലിയൊരു ക്ഷേത്രത്തിൽ ദർശനം ചെയ്ത സമയത്ത് പോലും അവിടെയുള്ളവരും പറഞ്ഞതാണ്, ഈ രാവിലെ വരുന്നവർക്ക് കൊടുക്കുന്ന ഈ ഗണപതി ഹോമത്തിന് ഉപയോഗിക്കുന്ന അഷ്ടദ്രവ്യം, അതുപോലെ തന്നെ ത്രിമധുരം, ഇതിലൊക്കെ ഉപയോഗിക്കുന്ന ഈ പ്രസാദം വരുന്ന എല്ലാവർക്കും കൊടുക്കുകയാണ്. എല്ലാവരും വെറും വയറ്റിൽ രാവിലെ അത് കഴിക്കുകയാണ്. 10 ദിവസം കഴിച്ചു കഴിഞ്ഞാൽ അൾസർ ഗ്യാരണ്ടിയാണ് എന്ന് അവിടുത്തെ ക്ഷേത്ര ജീവനക്കാർ തന്നെ സാക്ഷ്യം വഹിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് വ്യക്തിബന്ധമുള്ളത് കൊണ്ട് തന്നെ അവർ പറയും, നിങ്ങൾ ഈ പ്രസാദം വാങ്ങാൻ നിൽക്കണ്ട എന്ന് വരെ നമ്മളത് പറഞ്ഞിട്ട്. അപ്പൊ നമുക്ക് എന്താ വിശേഷമുള്ളത്? സാധാരണ ഭക്തജനങ്ങൾ ഇതേ പ്രസാദം കഴിക്കുകയാണ്. അവർക്ക് എന്ത് രോഗം വന്നാലും വിഷയമല്ല എന്നുള്ള കണക്കിൽ നമ്മളെ കാണുമ്പോൾ അത് ചെറിയൊരു പ്രശ്നമുണ്ട് എന്നൊരു ജാമ്യമെടുക്കൽ മാതിരിയുള്ള സംസാരം ക്ഷേത്ര ജീവനക്കാരുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട്. അപ്പൊ ഇത് ശബരിമലയിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. കഴിഞ്ഞ വർഷം കൃത്യമായിട്ട് നമുക്കറിയാം, പല ആൾക്കാർക്കും ഈ ഇത്തരത്തിൽ ഉണ്ണിയപ്പം ഇങ്ങനെ പൂപ്പൽ പിടിച്ചത് കഴിഞ്ഞ വർഷമേ കിട്ടിയിട്ടുണ്ട്. പക്ഷെ അത്തവണ നമുക്ക് ആ സമയത്ത് നമുക്ക് എന്തെങ്കിലും ഫോട്ടോ വീഡിയോ അങ്ങനെ ഒരു തെളിവ് നമുക്ക് കിട്ടിയിട്ടില്ല. 1-2 പേര് ഫുഡ് പോയിസൺ ആയിട്ട് ആശുപത്രിയിൽ പോയതിനു ശേഷം എന്താണ് അവർക്ക് സംഭവിച്ചതെന്ന് അന്വേഷിച്ചപ്പെട്ടാണ് ഇങ്ങനെ ഉണ്ണിയപ്പം കഴിച്ചിട്ടാണ് വന്നത്. പൂപ്പൽ ഉണ്ടായിരുന്നു, പക്ഷെ കഴിച്ചുപോയി. പ്രസാദം എന്നുള്ള നിലയിൽ അവർ കുറച്ച് കഴിച്ചു, അങ്ങനെ സംഭവിച്ചു. പക്ഷെ അത്തവണ നമുക്ക് തെളിവ് കിട്ടിയില്ല. ഇത്തവണ നമ്മുടെ ഭാഗ്യത്തിന് ആ വീഡിയോയും ഫോട്ടോയും എല്ലാം കിട്ടിയത് കൊണ്ട് തന്നെയാണ് നമുക്കത് കോടതിയിൽ പോകാൻ സാധിച്ചത്. ശ്രീ മഹേന്ദ്രകുമാർ, ഇതിന്റെ തുടർ നടപടി എപ്രകാരമായിരിക്കും നിയമപരമായി നീങ്ങുക? അല്ല, ആൾറെഡി കോടതിയിലാണ് വിഷയം. ഇന്ന് രാവിലെ കോടതി കൂടിയ സമയത്ത് തന്നെ ബഹുമാനപ്പെട്ട ദേവസ്വം ബോർഡ് ബെഞ്ച് ജഡ്ജിന്റെ മുമ്പിൽ വിവരമെത്തുകയും ഉച്ചയ്ക്ക് 2 മണിക്കുള്ളിൽ തന്നെ അമിക്കസ് ക്യൂറി റിപ്പോർട്ട് നൽകണം എന്നാവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഈ കിട്ടിയവരെ വെച്ച് തന്നെ, അതായത് ഈ നേരിട്ട് കിട്ടിയ 10-ലധികം ആൾക്കാരുണ്ട്, അവരെ ഹർജി കൊടുപ്പിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തിട്ടായാലും, ഇപ്പൊ നിലവിൽ ഞാൻ കൊടുത്തൊരു ഹർജിയുണ്ട്, ഇത് കൂടാതെ അവരെ കൊണ്ടുകൂടി ഇതിൽ കൊണ്ട് മുമ്പോട്ട് പോകാൻ, അങ്ങനെ ആയാലേ ഇതിൽ നീതി നമുക്ക് കിട്ടുമെങ്കിൽ അങ്ങനെയും ചെയ്യും. പിന്നെ മറ്റുള്ളവരുടെ സമയം മെനക്കെടുത്തണ്ട എന്ന് കരുതിയിട്ടാണ് എല്ലാവരെയും കൂടെ ഇതിൽ ആദ്യമേ തന്നെ കക്ഷി ചേർക്കാത്തത്. പക്ഷെ അവർ കക്ഷി ചേർത്താലേ വിജയിക്കൂ എന്നുണ്ട് എങ്കിൽ സ്വാഭാവികമായിട്ടും അങ്ങനെയും ഇത് മുന്നോട്ട് പോകും. പക്ഷെ മഹേന്ദ്രകുമാർ, ഒരു കാര്യം കൂടി, നമുക്ക് ഈ ദേവസ്വം ബോർഡിന്റെ അനാസ്ഥക്കെതിരെ ഇത്തരത്തിൽ നിയമ നടപടി സ്വീകരിക്കുമ്പോൾ ദേവസ്വം ബോർഡിനോട് കോടതി ഇതിനൊരു വിശദീകരണം ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത് കരാറുകാരുടെ മേലും അവർക്ക് ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഈ ദ്രവ്യങ്ങളൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന മറ്റ് മറു കരാറുകാരുടെ പേരിലുമൊക്കെ ഇതിനെ ലാഘവത്തോടുകൂടി അല്ലെങ്കിൽ ഒരുപക്ഷെ നിസ്സാരവൽക്കരിക്കാനുള്ളൊരു പ്രവണത കാണുന്നതിനുള്ള സാധ്യതയുണ്ടോ? അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ഹർജിയിൽ ഗുണനിലവാരം പരിശോധിക്കണം, അത് സന്നിധാനത്ത് ലബോറട്ടറി സൗകര്യം ഏർപ്പെടുത്താൻ പറ്റില്ല എന്നുണ്ട് എങ്കിൽ
പമ്പയിൽ ഏർപ്പെടുത്തിയിട്ടായാലും നമുക്ക് ഇത് ചെയ്യണമെന്ന് പറയാനുള്ള കാരണം ഈ കൊണ്ടുവരുന്ന ദ്രവ്യം അത് ഏത് സമയത്താണ് പമ്പയെ കടക്കുന്നത് അല്ലെങ്കിൽ സന്നിധാനത്ത് എത്തുന്നത്, ആ സാധനം അവിടെ 6 മാസത്തിലധികം ശർക്കരയൊക്കെ ചാക്ക് കണക്കിന് കൊണ്ടിട്ട് 6 മാസം കഴിഞ്ഞിട്ടാണ് ആ അരവണ ഫാക്ടറിയിൽ. ഒന്നാമത്തെ കാര്യം, ഇത് പ്രസാദമല്ല. ഒരു ക്ഷേത്രത്തിന്റെ നമ്മുടെ തിലപ്പള്ളിക്കുള്ളിൽ ഉണ്ടാക്കി നിവേദിക്കുന്നത് മാത്രമേ ആകുകയുള്ളൂ. പക്ഷേ അങ്ങനെ നമ്മുടെ ഹർജിയിൽ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്, ഇത് പ്രസാദമാണോ എന്നുള്ളതിന് ഒരു എസ് ഓർ നോ മറുപടി ഒരിക്കലും ദേവസ്വം ബോർഡ് പറയില്ല. കാരണം ഇത് പ്രസാദം എന്ന പേരിൽ ഭക്തരുടെ വിശ്വാസത്തെ ചൂഷണം ചെയ്യുകയും അവരെ ശരിക്കും വഞ്ചിക്കുകയാണ്. കാരണം ദേവന് നേദിക്കാത്ത ഒരു സാധനം ഒരു ഫാക്ടറിയിൽ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റ് ഭഗവാന്റെ ചിത്രം ആലേഖനം ചെയ്ത് വിൽക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ആ വിൽക്കുന്നത് തന്നെ അങ്ങനെയാണെങ്കിൽ തന്നെ ഫുഡ് സേഫ്റ്റി അതോറിറ്റി അടക്കമുള്ള സംവിധാനങ്ങളുടെ സർട്ടിഫിക്കേഷനോടുകൂടി അല്ലെങ്കിൽ അവരുടെ മേൽനോട്ടത്തിൽ അതെല്ലാം കൃത്യമാണ് എന്ന് പരിശോധിക്കപ്പെടണമെന്നൊരു ധർമ്മം അവിടെ നിർവഹിക്കണം. അതുപോലും ചെയ്യുന്നില്ല. ഒരു ചാക്ക് ശർക്കര എത്തി 6 മാസത്തിന് ശേഷം ആ ശർക്കര ഉപയോഗിച്ച് അരവണ ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും അതിന്റെ അവസ്ഥ? അപ്പൊ അത് കഴിക്കുന്ന ഭക്തർക്ക് ഒരു പ്രസാദം എന്നുള്ള നിലയിൽ പലപ്പോഴും ശബരിമലയിൽ നിന്ന് പോയിട്ട് വരുന്നവർ വാങ്ങിച്ചു കൊടുക്കുന്ന അരവണ അവർ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലോ അല്ലെങ്കിൽ വീട്ടിലോ ഉള്ളവർ ഓരോ സ്പൂൺ വെച്ച് കഴിക്കുന്നുണ്ട്. ചിലപ്പം അവർക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ വന്നിരുന്നാലും അവർ ശ്രദ്ധിക്കില്ല, വളരെ കുറച്ച് അളവിൽ കഴിക്കുന്നത് കൊണ്ട്. പക്ഷെ അങ്ങനെ അല്ലാതെ കഴിക്കുന്നവർ ആശുപത്രിയിലെത്തിയ സംഭവങ്ങളുമുണ്ട്. അപ്പൊ ഇതൊക്കെ നിസ്സാരമായിട്ട് നമുക്ക് കണക്കാക്കാൻ കഴിയില്ല. കാരണം എന്ത് ചെയ്താലും ചോദിക്കാൻ ആരുമില്ല എന്നൊരു ധാരണ. അങ്ങനെ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടാൽ പോലും അത് ഈ പറഞ്ഞ പോലെ കരാറുകാരുടെയും മറ്റുള്ളവരുടെയും തലയിലേക്ക് കെട്ടിവെച്ചുകൊണ്ട് ദേവസ്വം ബോർഡ് വളരെ സേഫായിട്ട് എസ്കേപ്പ് ആകുന്ന ഒരു രീതിയാണ് കണ്ടുവരുന്നത്. എന്തായാലും ഇനി അങ്ങോട്ട് ഇതേമാതിരി ദേവസ്വം ബോർഡിനെ വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല. എന്തു വന്നാലും അവര് നന്നായില്ല എങ്കിൽ നന്നാകുന്ന അറ്റം വരെയും ഏതറ്റം വരെ പോകാൻ ഭക്തജനങ്ങൾ അതിന് തയ്യാറാണ്. അതിനുള്ള ഉദാഹരണമാണ് ഇത്തരത്തിലുള്ള ഓരോ വിഷയങ്ങളും നമ്മൾ ചോദ്യം ചെയ്യുന്നത്. വളരെ നന്ദി ശ്രീ മഹേന്ദ്രകുമാർ പ്രതികരിച്ചതിന്.